مرحبا بكم إلى فصلنا الذي يسمى ليتل حج. تفضلوا إلى فصلنا الذي نستطيع، فقد شكلنا هنا مجسم صغيرة لحج والعمرة، وكذا كان وهذا مجسم صغيرة لكعبة الشريفة والحرم. മുപ്പര് പറഞ്ഞ പോലെ ഈ സെക്ഷൻ്റെ പേരെന്ന് പറയുന്നത് ലിറ്റിൽ ഹാജിയാണ്. അഥവാ നമ്മൾ ചെറിയ കുട്ടികൾക്ക് അഥവാ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എങ്ങനെ ഹജ്ജ് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും, ഉംറ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അഥവാ ത്വാഫ് അവർക്ക് മദ്രസയിലൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. ത്വാഫ് എങ്ങനെ ചെയ്യുക, സൈ എങ്ങനെ ചെയ്യുക, അതുപോലെ തന്നെ സഫാ മർവൻ്റെ ചരിത്രം, അതുപോലെ തന്നെ ഹിജ്റ ഇസ്മായിലിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ മക്കാം ഇബ്രാഹിമിൻ്റെ ചരിത്രം ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ അവർക്കൊരു ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവില്ല, ഒരു ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഇത് പ്രാക്ടിക്കലായിട്ട് അവർക്ക് ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഏകദേശം ധാരണ കണ്ട് കിട്ടും. ഇങ്ങനെയാണ് ത്വാഫ് ചെയ്യൽ, ഇങ്ങനെയാണ് സൈ ചെയ്യൽ, ഇങ്ങനെയാണ് മക്കാം ഇബ്രാഹിം, അജറുൽ അസ്വദ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇഹ്റാം മുതൽ തഹല്ലുൽ വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് നേരെ എന്ത് ചെയ്യും, ഇത് ത്വാഫ് മറ്റു കാര്യങ്ങൾ സൈ കഴിഞ്ഞിട്ട് ഹജ്ജിൻ്റെ ഭാഗമായ അറഫേക്ക് കൊണ്ടുപോകും. അറഫേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അറഫിൻ്റെ ഭാഗം ഹജ്ജിൻ്റെ ഭാഗമാണ് അറഫ മല, അഥവാ ഹാജിമാരെല്ലാവരും ഒരുമിച്ച് കൂടണം. ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് അറഫ മല എന്ന് പറയുന്നത്. അറഫ മലയിൽ ഒരുമിച്ച് അറഫ മലൻ്റെ പവിത്രതകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവരെ നേരെ എന്ത് ചെയ്യും, അടുത്ത സെക്ഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഓർക്ക് കാബനെ കുറിച്ച് 2 ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. അഥവാ കാബൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, മുസ്ലിമായിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചത്. അതുപോലെ തന്നെ ആ കുഞ്ഞ് എന്ത് ചെയ്തു, കുറച്ച് വളർന്ന് നബിതങ്ങളൊക്കെ എതിർക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ കുഞ്ഞ് പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനത്തെ രസകരമായ ചരിത്രങ്ങളൊക്കെ ഇവിടെ വെച്ച് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ കാബൻ്റെ ചരിത്രം, കാബൻ്റെ താക്കോലിൻ്റെ ചരിത്രം, കാബൻ്റെ താക്കോലിൻ്റെ സൂക്ഷിപ്പിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇവിടെ ഈ സെക്ഷനിൽ പറഞ്ഞു കൊടുക്കും. അദ്ദേഹം പറഞ്ഞ മാതിരി നമ്മളിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് കാബയെക്കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായ കുറച്ച് ചരിത്രങ്ങളാണ്. എന്തെന്ന് വെച്ചാൽ കാബൻ്റെ അകത്ത് പ്രസവിച്ചത് ആകെ ഒരേ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഹക്കീം ഇബ്നു ഹിസാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഖദീജ റളിയല്ലാഹുവിൻ്റെ സഹോദരൻ്റെ പുത്രനും കൂടിയായിരുന്നു ഈ ഹക്കീം ഹിസാം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരി അബ്ദുല്ലാഹിബിൻ വഹാബ് അഷൈബ എന്നറിയപ്പെടുന്നവരാണ്. ഇത് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4ാമത്തെ പിതൃവേനായ ഖുസൈബിന് കിലാബ് എന്നറിയപ്പെടുന്നവരുടെ 109ാമത്തെ പേരമകനായിട്ടാണ് വരുന്നത് ഈ അബ്ദുല്ലാഹിൻ വഹാബ് അഷൈബ എന്നറിയപ്പെടുന്നത്. അവിടെ മുൻപ് ഉണ്ടായിരുന്നത് ഡോക്ടർ സാലിഹ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. നമ്മളെ ഇവിടുന്ന് കുട്ടികൾക്ക് അതുപോലത്തെ 2 ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം ഇതിനോട് ബന്ധിപ്പിച്ചുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഒരുമിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്നായിട്ട് കുറേ ചരിത്രങ്ങളും സംഭവങ്ങളും മക്കയുടെ താക്കോലിനെ കുറിച്ചിട്ടും മറ്റും മക്കയിൽ ജനിച്ച ഒരു കുഞ്ഞിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു കുട്ടികൾക്ക് തയ്യാറാക്കിയ ഒരു ക്വിസ് പ്രോഗ്രാമാണിതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ നമ്മൾ പേര് എൻ്റർ ചെയ്തിട്ട് കൂടിയാൽ നമുക്ക് നേരെ ക്വിസിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും ഇതിൽ. അതുപോലെ തന്നെ ഇനി 4 ഓപ്ഷനും വരും. ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ കാബയുടെ താക്കോൽ ഏത് ഗോത്രക്കാരുടെ കൈവശമാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ആൻസർ കൊടുത്താൽ അതനുസരിച്ച് വരും. അപ്പോൾ ഇതിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങളും നമ്മളിപ്പോൾ തന്നെ നൽകുന്നതാണ്. അങ്ങനെ കുട്ടികൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കുട്ടികളോട് ചോദിച്ചാൽ എവിടേക്കാണ് സിയാറത്ത് പോകേണ്ടത്, ടൂർ പോകേണ്ടതെന്ന് ചോദിച്ചാൽ അവരുടെ വായിൽ നിന്ന് വരിക പല സ്ഥലങ്ങളായിരിക്കും, മൂന്നാർ, അങ്ങനെ പല സ്ഥലങ്ങളായിരിക്കും. ഇത് അവരുടെ കാബയിലേക്കും മദീനത്തിലേക്കുള്ള ഒരു പ്രേരണ, ആ രീതിയിലാണ് ഞങ്ങൾ തുറക്കിയിട്ടുള്ളത്. ലിറ്റിൽ ഹാജ് എന്ന പേരിൽ നമ്മൾ തുറക്കിയിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടാണ്.